ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും കൊച്ചടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു മൂഡ്, അതായത് ഒരു മൂഡാണത്. അങ്ങനെ നമുക്ക് ഒരു 4 മണി പലഹാരം അല്ലെങ്കിൽ ഒരു വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നാറില്ലേ? അപ്പോൾ ഇന്നൊരു മൂഡ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വയണയില കിട്ടി. അതാണ് മൂഡ്, പെട്ടെന്ന് അങ്ങനെ ഒരു മൂഡ് വന്നത്. വയണയില എന്ന് പറഞ്ഞാൽ ഇതാണ് വയണയില. അപ്പോൾ എപ്പോഴും നമ്മൾ ബേ ലീഫ് എന്ന് പറഞ്ഞാൽ വയണയില എന്നൊക്കെ ഇങ്ങനെ പറയും മലയാളത്തിൽ. പക്ഷേ വയണയിലയും ബേ ലീഫും ഒന്നല്ല. ബേ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗരം മസാല ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ സാധാരണ ചിക്കനൊക്കെ ചേർക്കില്ലേ, ഓരോ കാര്യങ്ങൾ പുലാവിലൊക്കെ. ആ ബേ ലീഫ് എന്ന് പറഞ്ഞാൽ പട്ടയുടെ ഇലയാണ്, പട്ട മരത്തിൻ്റെ ഇലയാണ്. ഓക്കെ, ഇത് വയണ ഇല. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ്, പല വീടുകളിലും ഉണ്ട്. നല്ല മണമാണ്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു മണം വരുന്നത്. ഓക്കെ, ഭയങ്കര മണമാണ്. മണം എന്ന് പറഞ്ഞാൽ നോക്കോളൂ, ഇങ്ങനെ മുറിച്ച് നോക്കും. എന്താ മണം? ഇതാണ് വയണയിലയുടെ മണം. അപ്പോൾ നമ്മൾ പറയില്ലേ വയണയപ്പം, വയണയിലയിൽ ഉണ്ടാക്കുന്ന അപ്പത്തിനാണ് വയണയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു പേരുണ്ട് കുമ്പിളപ്പം. അതിങ്ങനെ കുമ്പിള് പോലെ നമ്മളിങ്ങനെ കോട്ടിയ, അങ്ങനെ ഒരു ഷേപ്പിൽ കഞ്ഞി കുടിക്കാനൊക്കെ നമ്മൾ കോട്ടിയെടുക്കില്ലേ, അതുപോലെ ഈ പ്ലാവില കൂട്ടുന്ന പോലെ കോട്ടിയെടുത്തിട്ട് ഇങ്ങനെ കോൺ ഷേപ്പിൽ അതിനകത്ത് മാവ് നിറച്ച് സ്റ്റീം ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഫ്രൈഡ് ഐറ്റംസ് മാത്രമല്ല ചേച്ചി, സ്റ്റീംഡ് ഐറ്റംസും കാണിക്കണം, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കണം. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുമ്പിളപ്പമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വയണയില കിട്ടി, പിന്നെ ഇവിടെ റാഗി പൗഡറുണ്ട്. അപ്പോൾ ഇത് ഹെൽത്തി വേർഷൻ. അപ്പോൾ ഇത് അരിയിലാണ്, സാധാരണ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതിനെ ഹെൽത്തി വേർഷനിലേക്ക് കൊണ്ടുവരാം. അതായത് കൂവരകിൻ്റെ പൊടി, ദാറ്റ് ഈസ് റാഗി പൗഡർ. മുത്താറി എന്ന് പറയും ചില സ്ഥലങ്ങൾ. മുത്താറി പൊടിയിൽ ഉണ്ടാക്കാൻ പോകണം. അതിൻ്റെ കൂടെ ശർക്കര, തേങ്ങ, കുറച്ച് പഴം. അതാണ് ഇതിപ്പോൾ പഴം എന്ന് പറയുന്നത്. ഇപ്പോൾ പഴം മാത്രം ഞാൻ മേടിക്കേണ്ടി വന്നു. അതായത് പാളയംകോടൻ പഴം. അത് ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല, പാളയംകോടൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മൈസൂർ പൂവൻ എന്നൊക്കെ പറയില്ലേ. ഇത് വലിപ്പം അനുസരിച്ചിട്ടാണ്, 5, 6, 7 വരെ ആകാം. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിൽ 5 ആയാലും മതി, ഇല്ലെങ്കിൽ ഒരു 6 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ വയണയില. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക 2 സൈഡും. ഓക്കെ, ഇനി നമ്മൾ മിക്സിയിലേക്ക്, വലിയ പഴം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 5 പഴം, അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം ആയിക്കോട്ടെ. ഇനി ഇതിലേക്കൊരു 2 കപ്പ് ശർക്കര. ഇതിപ്പോൾ 1/2 കപ്പിൻ്റെ അളവ് കപ്പാണ്, അതുകൊണ്ട് ഞാൻ 4 പ്രാവശ്യം എഴുതും. 2 കപ്പ് ശർക്കര പൊടിച്ചതോ ചീകിയതോ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അധികം അഴുക്കില്ലാത്ത ശർക്കര ആയിരിക്കണം മേടിക്കുന്നത്. കാര്യം നമ്മൾ അരിച്ചൊരുക്കിയല്ലല്ലോ ഒഴിക്കുന്നത്. അപ്പോൾ അഴുക്കൊന്നും മാറ്റാനായിട്ട് പറ്റില്ല. അത് കാരണം കഴിയുന്നിടത്തോളം നല്ല കുറച്ചുകൂടെ വൃത്തിയുള്ള, ഒരുപാട് മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നല്ലത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് അരയ്ക്കുമ്പോൾ അത് കുറച്ച് വാട്ടറി ആകും. പഴമൊക്കെ അരിഞ്ഞ് ശർക്കരയുടെ കൂടെ വരുമ്പോൾ കുറച്ച് ലൂസാകുമല്ലോ. ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആദ്യം പഴം താഴെ ഇടുക. അപ്പോൾ താഴെ കിടന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട്, അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് തുടങ്ങുമ്പോൾ മേളിലേക്ക് ലൂസാകും. അപ്പോൾ ഇങ്ങനെ ലൂസായി, താഴ്ഭാഗം ലൂസായി കഴിഞ്ഞാൽ പിന്നെ ശർക്കരയായിട്ട് ചേർന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. പെട്ടെന്നാകും. യെസ്, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അരഞ്ഞ് വന്നിട്ടുണ്ട്. അതേ നോക്കി, ഒരു തരിയുമില്ല. ലൂസ് കൺസിസ്റ്റൻസി മതി, കറക്റ്റ്. അങ്ങനെ നമ്മുടെ പഴം ശർക്കര മിക്സ് ഇസ് റെഡി. കുറച്ച് വലിയൊരു പാത്രം എടുത്തു, അതിനകത്തേക്ക് ഒഴിക്കാം. പഴം മിക്സ് ഇസ് റെഡി. ഇനി അതിനകത്തേക്ക് റാഗി പൗഡർ. റാഗി പൗഡർ 2 കപ്പ് ഞാൻ അളന്ന് വെച്ചതാണ്. ഇനി ഇതിനോടൊപ്പം കുറച്ച് ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിച്ചതും കൂടി ചേർക്കാം. ആഹാ, നല്ല മണം, നല്ല ഫ്രഷ്ലി ഗ്രൗണ്ട്, പുതിയതാണ്. മണമുണ്ട്, നല്ല മണം. ഇത് നമ്മൾ കൈ കൊണ്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ പഴത്തിൻ്റെ സൈസ് അതിൻ്റെ ഇതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു തിക്നെസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ മാവ് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം, അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 2 കപ്പെന്ന് പറഞ്ഞു, വേണമെങ്കിൽ 2.5 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഒരുപാട് ലൂസാകരുത്, അത് നോക്കിയിട്ട് ചെയ്യാം. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെയാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ജസ്റ്റ് ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് കിട്ടിയാൽ മതി. ഇത് ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മളുടെ പഴത്തിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 5 പഴം എടുക്കുമ്പോൾ ഇച്ചിരി വലിപ്പം കൂടുതലുള്ള പഴമാണെങ്കിൽ
ഇച്ചിരി കൂടെ ലൂസായി പോവാണെന്ന് തോന്നുകയാണെങ്കിൽ ശർക്കരയായിട്ട് അരയ്ക്കുമ്പോൾ ഒരു 1/2 കപ്പ് മാവും കൂടി ചേർത്താൽ മതി. മധുരമൊക്കെ അത് മതിയാകും, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ആ സമയത്ത് എങ്ങനെയാണോ അതനുസരിച്ച് ഏതാണ്ട് കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എടുത്ത് പെരുമാറാൻ പറ്റുന്ന ഒരു രീതി ഇതൊക്കെയാണ്. ഓക്കെ, ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് കുമ്പിൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കുമ്പിളപ്പത്തിന് വേണ്ട മിക്സിങ് ആയിക്കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഇപ്പോൾ തേങ്ങ ഇല്ലാത്തവരെയും കൂടി ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി തേങ്ങ ഉണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങയും കൂടി ചേർത്താൽ കുറച്ചുകൂടി സ്വാദാകും. അപ്പോൾ ഇവിടെ എന്തായാലും ഇപ്പോൾ തേങ്ങയുണ്ട്, അതുകൊണ്ട് കുറച്ച് തേങ്ങയും കൂടി ചേർക്കണം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം, നമ്മളുടെ ഇഷ്ടം. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്യാം. കയ്യിൽ ഒട്ടാത്തൊരു പാകമാണിത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാജിക് കവനിൽ കാണിച്ച റെസിപ്പിയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ തേങ്ങ ചേർത്തില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇപ്പം ഞാൻ തേങ്ങ ചേർക്കും. തേങ്ങ ചേർത്താൽ കൂടുതൽ നല്ലതാണ്. പക്ഷേ തേങ്ങ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും വലുതായിട്ട് മാറുമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെയാണ്. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുമ്പിൾ കുത്തി തുടങ്ങാം. ഷേപ്പ് ചെയ്താൽ ഇങ്ങനെ വളച്ച് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ വയണയിലെ ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഇനി ഇതെങ്ങനെയാണ് ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഷേപ്പിലാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതൊരു ഇല. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഞെട്ട് ഭാഗം ഇങ്ങനെ വയ്ക്കുക. ദാറ്റ് ഈസ് എൻ്റെ റൈറ്റ് ഹാൻഡാണിത്. എന്നിട്ട് അതിനെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വരുന്ന ഞെട്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഒരു കോൺ ഷേപ്പിലേക്ക് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് എടുക്കുന്നത്. ജസ്റ്റ് കോണായല്ലോ. സീ ദ കോൺ. ഇത്രയാക്കിയിട്ട് ഒരു ഈർക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഈർക്കിലും റെഡിയാക്കി വെച്ചാൽ നല്ലത്. അതിനൊരു കുത്തിവിടെ കൊടുക്കുക. ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കുത്തുന്നു. ഇപ്പോഴത്തെ സൈഡിൽ കൂടി എടുക്കും, കണ്ടല്ലോ. എന്നിട്ട് ഇതിനെ ഇവിടെ വെച്ച് ഒടിക്കാം. ഈർക്കിലാകുമ്പോൾ ഒടിയാനൊന്നും പാടൊന്നുമില്ല, ഒടിഞ്ഞ് കിട്ടും. അപ്പോൾ ഈർക്കിലിട്ട് കുത്തി സെറ്റാക്കി എടുത്തു. അപ്പോൾ ഒരു കുമ്പിൾ റെഡി. ഇനി അടുത്തത് ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്യാം. ഒരു 10-20 എണ്ണം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഇങ്ങനെയാണ് നമ്മൾ പ്ലാവില കൂട്ടിയെടുക്കുന്നത്. കഞ്ഞി കുടിക്ക് ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കുമ്പിളെല്ലാം കൂട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ മാവ് തിരിച്ചെടുത്തു. ഓക്കെ, ഓരോന്നിനകത്തായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഇതിൽ നിന്നും കുറച്ചെടുക്കണു. എത്ര ഇതിനകത്ത് കയറുന്ന അത്രയും ഏകദേശം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത് പാകത്തിന് വെന്ത് കഴിയുമ്പോൾ ഈ ഷേപ്പിൽ കോണിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. ഈ ഇലയുടെ വലിപ്പം അനുസരിച്ചിട്ട് കുമ്പിളപ്പം പലതും പല സൈസാവും. ചിലപ്പോൾ വലുതുണ്ടാകും, കുറച്ച് ചെറുതുണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കുഞ്ഞിലയാണെങ്കിൽ കൂടുതൽ എണ്ണം ഉണ്ടാവും, കുറച്ചുകൂടി വലിയ ഇലയാണെങ്കിൽ അതനുസരിച്ചിട്ട്. ഇതിൽ ആക്ച്വലി കുറച്ചുകൂടി കയറും, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊരു സാധാരണ സിമ്പിൾ ഒരു സൈസാണ്. ഇത്രയും എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് സൈസ്. ചിലതൊക്കെ കുറച്ച് വലുതാണ്, വലിയ ഇലയായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോലിയാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റാഗി പൗഡറിൽ ചെയ്തു. നിങ്ങൾക്ക് റൈസ് ഫ്ലവറിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. വറുത്ത അരിപ്പൊടി അത്രമാത്രം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വറുക്കില്ലേ, അതുപോലത്തെ അരിപ്പൊടി. ഇതിങ്ങനെ നിറച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ
പിന്നെ എല്ലാം കൂടി ചേർത്ത് സ്റ്റീമിംഗ് ആണ് പ്രോസസ്സ്. നെക്സ്റ്റ് പ്രോസസ്സ് പെട്ടെന്നാകുന്നൊരു പലഹാരമാണ്, ടേസ്റ്റാണ്. റാഗി ആയതുകൊണ്ട് വളരെ വളരെ ഹെൽത്തിയാണ്. അതിൻ്റെ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഓക്കെ, അപ്പോൾ കുമ്പിളപ്പം എല്ലാം തന്നെ നല്ല ഷേപ്പ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. കുമ്പിളിനകത്ത് നമ്മുടെ റാഗി കുമ്പിളപ്പം. ഈ സമയത്തിന് ഇടയ്ക്ക് ഞാൻ നമ്മളുടെ സ്റ്റീമറും വെള്ളം വെച്ചിട്ട് അടുപ്പിൽ തിളയ്ക്കാനായിട്ട് വെച്ചു. അപ്പോൾ സ്റ്റീമർ വേണമെന്നില്ല, അപ്പച്ചമ്പാകാം, ഇഡ്ഡലി കുട്ടുകമാകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ആവി വന്നു തുടങ്ങി, വയ്ക്കാം. ഇനി ഇതെല്ലാം അതിനകത്തേക്ക് മാറ്റാം. ഓക്കെ, ചരിച്ചിട്ടാലൊന്നും കുഴപ്പമില്ല, അതൊന്നും താഴേക്ക് ഒലിച്ചു പോകാനുള്ള ഒന്നുമില്ല ഇതിനകത്ത്. എല്ലാം വെച്ചു. ഇതിങ്ങനെ നിറച്ചിട്ട് നമ്മൾ ഈ ഭാഗമില്ലേ അത് വേണമെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി വയ്ക്കുകയും ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. ഓക്കെ, നല്ല ആവി കയറട്ടെ. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നല്ല സ്റ്റീം കയറി കഴിയുമ്പോൾ പാകത്തിന് വെന്ത് റെഡി ആയിട്ടിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ നല്ലൊരു 4 മണി പലഹാരമായില്ലേ. സ്റ്റീംഡ് ഹെൽത്തി വേണമെന്നല്ലേ പറഞ്ഞിരുന്നത്, അത് ഹെൽത്തിയാണ് ഇന്നത്തെ നമ്മുടെ 4 മണി പലഹാരം. അപ്പോൾ ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൈ കിട്ടിക്കഴിയുമ്പോൾ നല്ലൊരു മൂടായി. എന്നാൽ ശരിക്കും ഉണ്ടാക്കുന്ന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. 15 to 20 മിനിറ്റ്സ് നോക്കാം. ഓ യെസ്, ആയിട്ടുണ്ട്. ഓക്കെ, ഇനി മതി. എല്ലാം ഓഫ് ചെയ്തിട്ട് പതുക്കെ അതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഭയങ്കര ചൂടാണ്. എന്താ മണം എന്നറിയും. ആ വയണയിലയിൽ ഇങ്ങനെ വേകുമ്പോൾ, വയണയിലൊക്കെ വാടി വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു മണം. ഓ മൈ ഗോഡ്, നൈസ്. നന്നായിട്ടൊന്ന് ചൂടൊക്കെ മാറുമ്പോഴാണ് കറക്റ്റാകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ കുമ്പിളപ്പം എല്ലാം റെഡി. ഇത് റാഗി കുമ്പിളപ്പം. ആഹാ, നല്ല മണം. ഇത് നമ്മുടെ വയണയിലയുടെ മണമാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളാണ്. വയണയിലയ്ക്ക് അതിൻ്റേതായ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ ഫ്ലേവർ, മണമുണ്ട്, അങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങളില്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റാഗിയെക്കുറിച്ച് പറഞ്ഞുതരാം. ഹെൽത്തിയാണ്. നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഞാൻ പ്ലാൻ ചെയ്ത് ഇന്നിങ്ങനെ കാണിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ റാഗി ഈസ് വെരി ഗുഡ് ഫോർ, എന്താണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന സ്കിന്ന്, ഹെയർ, എല്ലാത്തിനും നല്ലതാണ്. ബ്യൂട്ടി പരമായി നോക്കുകയാണെങ്കിൽ അതിനെല്ലാം നല്ലതാണ്. അല്ലാത്ത കാര്യങ്ങളായിട്ട് പറയുവാണെങ്കിൽ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ കാൽഷ്യം, അയൺ, പ്രോട്ടീൻ, ഇതിനെല്ലാം നിറച്ച് കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് നമ്മുടെ റാഗി. അപ്പോൾ അത് കഴിച്ചാലുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ഞാൻ പറയണ്ടേ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഏറ്റവും ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ കൊടുക്കുന്ന കൂവരക് ആണ് കാച്ചി കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണം അത്രയും മനസ്സിലാവും. പിന്നെ നല്ല ഡൈജഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫൈബറുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ശോധനം വളരെ സ്മൂത്തായിരിക്കും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. ഗുഡ് ഭയങ്കരമായിട്ടുള്ള ഡൈജഷൻ ഉള്ള കാര്യവുമാണ്. അപ്പോൾ എല്ലാ രീതിയിലും നോക്കിയാൽ റാഗി നല്ല, റാഗി വെച്ച് റാഗി പുട്ടുണ്ടാക്കാം. ഇപ്പോഴത്തെ ഇതൊക്കെ ഉണ്ടാക്കി കാണിച്ചില്ലേ, റാഗി ദോശ നല്ലതാണ് കേട്ടോ, നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കിയാൽ നല്ലതാണ്. പക്ഷേ ഈ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് റെഗുലറായിട്ട് ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ല. കാര്യം എന്ന് വെച്ചാൽ പൊട്ടാഷ്യത്തിൻ്റെ അംശം ഇതിൽ കൂടുതലുള്ളത് കൊണ്ട് അവർക്കത് ചിലപ്പോൾ അത്ര നന്നാവില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയാലോ. ഒരെണ്ണത്തിന് ഞാൻ തുറക്കാൻ പോകും. ഏതിനെ തുറക്കണം എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ഓക്കെ, ഒരു ചെറുതെടുക്കാം അല്ലേ. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ, ഒളിഞ്ഞിരിക്കുക. ഓക്കെയാലോ. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറുത് ഇതിലാരാണ്? ഇവർ തമ്മിൽ മത്സരമാണ്. പക്ഷേ ഇതാണ് ഏറ്റവും ചെറുത്. ഓക്കെ, ഞാനിതിനെ വോട്ട് ചെയ്യുന്നു. ഇതൊക്കെ എടുത്തിട്ട് വാവ്, പെർഫെക്റ്റ്. നമ്മുടെ കോൺ ഷേപ്പിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് തണുത്തു, പക്ഷേ ഭയങ്കരമായിട്ട് തണുത്തെന്ന് വെച്ചാൽ ഇല്ല. ഉള്ളിലേക്കൊക്കെ അത്യാവശ്യം കുറച്ച് ചൂടുണ്ട്, എങ്കിലും തുറന്ന് നോക്കാം. ഓക്കെ, ആവി പറക്കുന്നുണ്ട്. സോ നൈസ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കുമ്പിളപ്പം പോലെ ഇരിക്കുന്നില്ലേ, കളർ വൈസ് ബ്യൂട്ടിഫുൾ. എനിക്ക് ഇഷ്ടമാണ് ഈ കളറ്. കഴിക്കാം. സോഫ്റ്റ്. ആവശ്യത്തിന് മധുരമുണ്ട്, പഴമൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്.
നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്, പഴത്തിൻ്റെ ടേസ്റ്റും കയറി വരുന്നുണ്ട്. എല്ലാം ഉണ്ട് ഏലക്കാപ്പൊടി. പക്ഷേ ഏലക്കാപ്പൊടിയെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നത് എന്താ അറിയാം, വയനയിലയുടെ മണവും രുചിയും. പെർഫെക്റ്റ്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വേറെ അറിയാം, വലുതാണെങ്കിൽ പ്രത്യേകിച്ചും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ടൈം 15, 20, 25 മിനിറ്റ് നോക്കുക. നന്നായിട്ട് അകമൊക്കെ നന്നായിട്ട് വേകണം. ആദ്യം ഹൈ ഫ്ലെയിം, പിന്നെ അതിന് മീഡിയം ലോയിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. സാധാരണ കുമ്പിളപ്പം നമ്മൾ ചക്കപ്പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കും. അതാണ് സാധാരണ ചക്കപ്പഴം, ചക്കയുടെയൊക്കെ കുമ്പിളപ്പം പുല്ലുണ്ടാക്കുമ്പോൾ ചക്ക കുമ്പിളപ്പാവും. ഇത് അതല്ല. നൈസ്, ഹെൽത്തി. ഇത്രയും റാഗി എൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു കുമ്പിളപ്പം തീർത്തിട്ടുണ്ട്, വേറെ നിറഞ്ഞു. ആക്ച്വലി അങ്ങനെ ഒരു ആഗ്രഹവും സാധിച്ചിരിക്കുകയാണ്. കുമ്പിളപ്പം കഴിക്കണം എന്ന് ആഗ്രഹം വന്നു. പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഉണ്ടാക്കുക, കഴിക്കുക. ഇനി ബാക്കി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാമല്ലോ. നമ്മളുടെ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കെല്ലാം കഴിക്കാൻ പറ്റും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അത് വളരെ കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ മധുരം ഇത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ 2 കപ്പ് മാവാണെങ്കിലും 2.5 കപ്പ് മാവിട്ടാലും കുഴപ്പമില്ല. പഴവും ശർക്കരയും കൂടി ചേർന്ന് വരുന്ന കൺസിസ്റ്റൻസിയിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, അതിന് മധുരം കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നീട് ഇത് മതിയാകും. ഇത് അത്യാവശ്യം നല്ല ഓൺ ദ ഹയർ സൈഡാണ്, കുഴപ്പമില്ല. അപ്പോൾ സന്തോഷം, ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക, മറക്കരുത്. ഫീഡ്ബാക്ക്സ്, ലൈക്ക്, കമൻറ്റ്, ഇതൊക്കെ എനിക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവരും ഉണ്ടാക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.